തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരണത്തിന് ശേഷം വിവാദ നായകനായ ഗോപന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കുടുംബാംഗങ്ങൾ നാമജപയാത്രയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. പ്രദീപ് പാറശാല വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഈ മൃതദേഹത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ അവരുടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കീറി മുറിക്കുകയും ആന്തരികാവയവങ്ങളെ പരിശോധനയ്ക്കൊക്കെ അയക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ആ ഡെഡ് ബോഡി ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? എവിടെ എത്തി ഡെഡ് ബോഡി? തീർച്ചയായിട്ടും നിരവധി ദുരൂഹതം നിറഞ്ഞ ഒരു സമാധിയായിരുന്നു, അല്ലെങ്കിൽ സമാധിയുടെ വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കേരളമൊട്ടാകെ അറിഞ്ഞിരുന്ന ആ ഒരു വാർത്ത. നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ മൃതദേഹം തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങുകയും നെയ്യാറ്റിൻകര മോർച്ചറിയിൽ സൂക്ഷിക്കുകയായിരുന്നു. ഇന്ന് നിലവിൽ അത് മറ്റൊരു ചരിത്രത്തിലേക്ക് വിട്ട് മാറിയിരിക്കുകയാണ്. അടുത്തതായി അവർ തീരുമാനിച്ചത് മഹാസമാധി എന്ന പേരിലായിരുന്നു. അത്തരത്തിൽ മഹാസമാധിയിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ നിംസ് മെഡിസിറ്റി, അതായത് നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ആ മഹാസമാധി നാമജപ യാത്ര എന്നാണ് ഇവർ അതിന് പേര്. ആ യാത്രയിൽ തന്നെ നിരവധി പേർ അണിചേരുന്നുണ്ട്. കൂടാതെ നിരവധി ആചാര്യന്മാർ, ഇവിടുത്തെ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു നാമജപ യാത്രയിൽ അണിചേരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദു സംഘടന അവരുടെ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ നാമജപ യാത്രയാക്കി തന്നെ തീർത്തിരിക്കുന്നു. നിരവധി പേരാണ് ഇതിൽ വന്ന് നിൽക്കുന്നത്. ഏത് ഹിന്ദു സംഘടനയാണ് അങ്ങനെ ഈ നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, മറ്റുള്ള ഈ VSDP അത്തരമുള്ള മത സമുദായ സംഘടനകൾ ഉൾപ്പെടെ ഈ ഒരു നാമജപ യാത്രയിൽ അണിചേരുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായി ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ആ നാമജപ യാത്രയിൽ ഹിന്ദു പുരാണത്തിലെയോ അല്ലെങ്കിൽ ഉപനിഷത്ത് അതുപോലെയുള്ള പുരാണങ്ങളിലെയോ മറ്റോ നാമജപങ്ങളാണോ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? മന്ത്രോച്ചാരണങ്ങളായിട്ട് ആ രീതിയിൽ ഉച്ചരിക്കുകയാണോ? ഇവർ നിലവിൽ മന്ത്രങ്ങൾ ഓം നമഃ ശിവായ മന്ത്രമാണ് ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു കൈലാസനാഥ ക്ഷേത്രം എന്നാണ് പറയുന്ന പേര്. ആ പേരിലെ ഒരു ആചാര്യനായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൂജാ കർമ്മങ്ങൾ നടത്തിവന്ന ഒരാളായിരുന്നു ഈ ഗോവിന്ദ് സ്വാമി എന്ന് പറയുന്ന സ്വാമി. അദ്ദേഹത്തിന്റെ ഈ ഒരു മൃതശരീരം കൊണ്ട് ഒരു രഥം പോലെ അഴിച്ചുരുക്കിയ വാഹനത്തിലെത്തിക്കൊണ്ട് മുമ്പിൽ നിന്നും അല്ലെങ്കിൽ ശിവാനന്ദം ഒഴുക്കിക്കൊണ്ടാണ് ഈ ഒരു നാമജപ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ നാമജപ യാത്രയിൽ അണിചേരുന്നത്. ഇനി അത് നേരത്തെ പരമ്പരാഗത രീതിയിൽ ഉള്ളതായിട്ട് ചിലർ പറയുന്ന സമാധി പ്രക്രിയയിലേക്ക് തന്നെയാണോ ഇതിൻ്റെയും അവസാനം? അതായത് ഇരുത്തിയിട്ട് തന്നെയായിരിക്കുമോ സംസ്കരിക്കുക? തീർച്ചയായിട്ടും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ മക്കളായുള്ളവർ, അതായത് ഈ സനന്ദനും, മൂത്ത മകൻ സനന്ദനും രണ്ടാമത്തെ മകൻ രാജസേനനും ആദ്യം എങ്ങനെയാണോ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ ഇരുത്തിയത്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹിന്ദു ശ്രേഷ്ഠന്മാർ. ഇതിനൊരു പ്രതിവിധി എന്നാണ് അവർ പറയുന്നത്. കാരണം മറ്റുള്ള രീതിയിൽ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോസ്റ്റ്മോർട്ടം വരെ നടത്തി സാധാരണ ഒരു സമാധി ഇത്തരത്തിൽ നടത്താറില്ല. പക്ഷേ ഇത് എങ്ങനെയുള്ള ഒരു സമാധി എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുന്നത്. വെച്ചാൽ ഒരാൾ ആദ്യം ഒരു സമാധി കഴിഞ്ഞു, പിന്നെ തുടർന്ന് മറ്റു ചില ആരോപണങ്ങൾക്ക് വിധേയനായി മറ്റുള്ള ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ ശേഷം മഹാസമാധി എന്ന പേരിൽ ഇത്തരത്തിൽ വരുമ്പോൾ അത് ഇത്തരത്തിലാകുമെന്നുള്ള കാഴ്ച കാണാനും നിരവധി പേർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവിടെ പൂജയും മറ്റു കർമ്മങ്ങളും ആരംഭിക്കുക? വഴിപാട് പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഭണ്ഡാരം ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്ര ദിവസം കഴിഞ്ഞാണ് നീങ്ങാൻ സാധ്യതയുള്ളത്? സാധാരണ ഈ കുടുംബം കോടതിയിൽ ആദ്യം മുതൽ സമർപ്പിച്ചത് ഈ സമാധി കഴിഞ്ഞ 41 തീയതിയാണ്. 41 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇവിടെ ഒരു മഹാസമാധി പൂജയുള്ളത്. അപ്പൊ ആ പൂജയുടെ ദിവസങ്ങൾ വരെ ഇത് പൊളിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് ഈ കുടുംബം കോടതി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സമാധി ഇരുത്തി 41 ദിവസമാണ് വലിയൊരു പൂജ നടക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ തുടർന്ന് നടക്കുവാൻ സാധ്യത ഉള്ളതെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ ഒരു ദൈവത്തിന്റെ പേരിലായിരിക്കുമോ ഈ ഗോപൻ അറിയപ്പെടുക? ഗോപനെ സ്വാമി എന്നുള്ള രീതിയിൽ, ഗോപസ്വാമി എന്നുള്ള നിലയ്ക്കായിരിക്കുമോ ഇനി അറിയപ്പെടാൻ സാധ്യതയുള്ളത്? നാട്ടുകാർ എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ നാമജപ യാത്രയ്ക്ക് മുന്നിലായി തന്നെ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടും ബ്രഹ്മശ്രീ ചേർത്തിട്ടും മറ്റുള്ള ഒരു ദൈവം എന്ന രീതിയിൽ തന്നെയാണ് പോകുന്ന യാത്ര. ഇനി പുതിയ ഒരു രീതിയിലുള്ള സ്വാമി ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി എന്നൊക്കെയുള്ള പേരാണ് ഇവരിപ്പോൾ ഉച്ചരിച്ച് വരുന്നത്. തീർച്ചയായിട്ടും ഇനി പറയുന്നത് പോലെ പുതിയൊരു അവരുടെ ആചാര്യൻ പോലെ, അല്ലെങ്കിൽ അവരൊരു പുതിയൊരു ദൈവം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.